നമ്മളിപ്പോൾ ഉള്ളത് കാശ്മീരിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡാൽ ലേക്കിലാണ്. ഈ ഒരു ലേക്ക് വരുന്നത് ശ്രീനഗറിലാണ്. അതുകൊണ്ട് തന്നെ ഇതിന് കാശ്മീരിൻ്റെ ഹാർട്ട് എന്നാണ് പറയപ്പെടുന്നത്. കാശ്മീരിൽ തന്നെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് ഈ ഡാൽ ലേക്ക്. മുഗൾ കാലം തൊട്ട് ഈ ഒരു സ്ഥലം വളരെ ഫേമസ് ആണ്. ഷാലിമാർ ബാഗ്, നിഷാദ് ബാഗ് പോലുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള മുഗൾ ഗാർഡൻസും ഈ ഒരു തടാകത്തിനോട് ചേർന്നിട്ടാണുള്ളത്. ഓൾമോസ്റ്റ് 18 സ്ക്വയർ കിലോമീറ്റേഴ്സ് വരുന്നൊരു ലേക്കാണിത്. ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുമ്പോഴത്തേനും ഇവിടുത്തെ ഷിക്കാര റൈഡാണ്. നല്ല കളർഫുൾ ആയിട്ടുള്ള ബോട്ട്സിലൊക്കെ നമ്മൾ പോകുമ്പോഴത്തേനും ബാക്ക്ഗ്രൗണ്ടിൽ മഞ്ഞൊക്കെ മൂടിയ മലകളൊക്കെ കാണുമ്പോഴത്തേനും നല്ല ഭംഗിയാണ്. നമ്മൾ രാവിലെയാണ് ഈ ഷിക്കാര റൈഡിന് പോകുന്നതെങ്കിൽ നമുക്ക് അവിടുത്തെ ഫ്ലോട്ടിംഗ് മാർക്കറ്റും കാണാൻ പറ്റും. നമ്മൾ പോകുന്ന സമയത്ത് ചെറിയ ചെറിയ ബോട്ടിൽ വന്നിട്ട് അവിടുത്തെ പഴങ്ങളും പൂക്കളും അതുപോലെ ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റുകളും പിന്നെ അവിടുത്തെ സാഫ്രോണും അങ്ങനത്തെ എല്ലാ സാധനങ്ങളും വിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്കത് വാങ്ങാം. വളരെ ചെറിയ പൈസ മാത്രമേ ഉള്ളൂ. നമ്മളൊന്ന് ബാർഗെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പൈസ കുറച്ചിട്ട് അത് വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കാശ്മീരിലെ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് അവിടുത്തെ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടി. ആ ഒരു ഓർണമെൻറ്റ്സും ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ലേക്കും അതുപോലെ തന്നെ അവിടുത്തെ മഞ്ഞൊക്കെ മൂടിയ മൗണ്ടെയിനൊക്കെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വരുമ്പോഴത്തേനും നമുക്ക് നല്ല ഫോട്ടോസൊക്കെ കിട്ടും. നമ്മൾ ഈ ഒരു ഷിക്കാര റൈഡിൽ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ ലേക്കിന് ചുറ്റുമായിട്ട് താമസിക്കുന്ന ആൾക്കാർ നടത്തുന്ന കുറേ കടകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ലേക്കിൽ തന്നെയാണ് ഈ കടകളും എല്ലാം ഉള്ളത്. അതുപോലെ തന്നെ അവരവിടെ ബോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹൗസ് ബോട്ട് പോലെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് അവിടെ വേണമെങ്കിൽ ഒരു സ്റ്റേയും കൂടെയും എടുക്കാൻ പറ്റും. ഷിക്കാര റൈഡിന് പോകുമ്പോഴത്തേനും അവിടുത്തെ ഹൗസ് ബോട്ടിൽ എന്തായാലും ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും. കാരണം അവിടുത്തെ ലൈഫ് എങ്ങനെയാണെന്ന് നമുക്കറിയാൻ പറ്റും. ഈ വെള്ളത്തിൽ തന്നെയുള്ള അവരുടെ ലൈഫ് കാര്യങ്ങൾ, അതുപോലെ അവിടെ നിന്നുള്ള സൺറൈസ് സൺസെറ്റ് വ്യൂ എല്ലാം നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. ഇതെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഡാൽ ലേക്ക് ഓരോ സീസണിലും ഓരോ രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റുക. അവിടെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുമ്പോഴത്തേനും ഏപ്രിൽ തൊട്ട് ജൂൺ വരെയുള്ള സമയത്താണ്. ഡിസംബർ ടൈമിൽ പോവുകയാണെങ്കിൽ ഈ ലേക്ക് ഫ്രീസ് ആയിട്ടുണ്ടാവും. നമ്മൾ ഡിസംബർ സ്റ്റാർട്ടിങ്ങിലൊക്കെ പോവുകയാണെങ്കിൽ ചെറിയ രീതിക്കാണ് ഫ്രീസ് ആയി തുടങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് അതേ കൂടെ ഷിക്കാര റൈഡിലൊക്കെ പോകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. കുറച്ചും കൂടെയും ഡിസംബറിലായിട്ട് നല്ല തണുപ്പുള്ള സമയത്ത് പോയി കഴിയുകയാണെങ്കിൽ ലേക്ക് കംപ്ലീറ്റ്ലി ഫ്രീസ് ആയിട്ടുണ്ടാവും. സോ നിങ്ങളുടെ കാശ്മീർ ട്രിപ്പിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് ഈ ഡാൽ ലേക്കും അവിടുത്തെ ഷിക്കാര റൈഡും ഫ്ലോട്ടിംഗ് മാർക്കറ്റും അതുപോലെ തന്നെ അവിടുത്തെ ഹൗസ് ബോട്ടിലുള്ള സ്റ്റേയും കാര്യങ്ങളെല്ലാം. അപ്പോൾ നിങ്ങളുടെ കാശ്മീർ ട്രിപ്പിൽ എന്തായാലും ഡാൽ ലേക്കും ഇൻക്ലൂഡ് ചെയ്യുമെന്ന് വിചാരിക്കും.